ഹായ്. ആക്ച്വലി ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റീവ്സ് എങ്ങനെ ഡിജിറ്റൽ ആക്ച്വൽ വർക്ക് ആവുന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലതരം ക്രിയേറ്റീവ് സ്റ്റൈൽസ് ഉണ്ട്. ജസ്റ്റ് നോർമൽ ക്രിയേറ്റീവ്സ്, പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ്, ലൈവ് വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ലൈവ് വീഡിയോസ് ആയിരിക്കും. കാരണം ഈ ലൈവ് വീഡിയോസാണ് ഒരാൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലേക്ക് കണ്ടൻസിന് എത്തിക്കാനുള്ളൊരു കഴിവ് പ്രത്യേകിച്ച് ഈ ലൈവ് വീഡിയോസിനുണ്ട്. ലീഡ് ജെൻ ആഡുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഈ ലൈവ് വീഡിയോസാണ്. നമുക്കൊരു ഇവന്റ് ക്ലൈന്റ് വന്നായിരുന്നു. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു 1 month ഓഫ് പീരീഡിൽ ഇത്ര നമ്പർ ഓഫ് ടിക്കറ്റ്സ് സെല് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹൈലി ടിക്കറ്റ് റേറ്റ് ആയിരുന്നു. ബിസിനസ് റിലേറ്റഡ് ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വലിയൊരു ടാർഗറ്റ് ആയിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു 1 week അല്ലെങ്കിൽ 2 week ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ പല രീതിയിലുള്ള ക്രിയേറ്റീവ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കി. പക്ഷേ അവിടെയൊക്കെ എന്താണ് ടിക്കറ്റ് റേറ്റിന് ഒരു പഞ്ചോ അല്ലെങ്കിൽ ഒരു പുഷോ ഒന്നും കിട്ടണില്ല. അത് കഴിഞ്ഞ് പ്രോപ്പർ ലൈവ് വീഡിയോസ്, അതായത് ഇവൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ എക്സാക്റ്റ് എന്താണെന്ന് മുഖം നോക്കി പറയുന്ന രീതിയിലുള്ള ലൈവ് വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചു. ഈ വീഡിയോസ് ഹൈലി വർക്കായി. നമുക്കൊരു കാര്യം മനസ്സിലാകുന്ന വെച്ചാൽ ഡിജിറ്റൽ വേൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഒരു ആൽഗോരിതം ഇല്ലാത്തൊരു മേഖലയാണിത്. പല രീതിയിലുള്ള കണ്ടന്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. Today, June 30, World Social Media Day. Share our thoughts on social media.